ചക്രങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജീനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലെത്തുന്ന പ്രാണന്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് ആരോഗ്യ പ്രശ്നമാണെങ്കിലും ബാക്കി ഏത് പ്രശ്നങ്ങളും വരുന്നത് ഈ പ്രാണന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയുടെ അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അത് ചിലപ്പോൾ ചേരാത്തത് സ്റ്റോൺ നല്ലതായിരിക്കും, പക്ഷേ അത് പലരുടെ കയ്യിൽ കൈമാറിയിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അത് കറക്റ്റ് എനർജൈസ് ചെയ്തിട്ടുണ്ടോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ക്രിസ്റ്റലുകളുടെ പ്രത്യേകത നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്യാം. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും വിളിക്കുന്നത്. ഇപ്പോൾ കുറച്ചിടയ്ക്ക് വളരെയധികം കൂടിയിട്ടുണ്ട്. അതും ഞാൻ കൂടുതൽ അവരോട് ചോദിക്കുമ്പോൾ മിക്കതും ലവ് മാരേജ് ആണ്. സോള് നമ്മളെങ്ങനെ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പ്രേതമായിട്ടൊന്നും ഒരു സോള് ഇങ്ങനെ വരുമൊന്നുമില്ല. നമുക്കൊന്നില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തികം, ഇങ്ങനെ പല രീതിയിലാണ്. എന്താ കാരണം പോലും അയാൾക്ക് അറിയത്തില്ലായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലത് ട്രോമാസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ആവശ്യമുള്ളവരുണ്ടായിരിക്കും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീജാഭിലാഷാണ്. നമസ്കാരം മാം. നമസ്കാരം മാം. ഈ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ റേക്കി ഹീലിംഗും നാച്ചുറൽ ക്രിസ്റ്റൽസും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്? ഇപ്പോൾ റേക്കി ഹീലിംഗിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ചക്രാസ് ബാലൻസ് ചെയ്തിട്ട് ആണ് അവരെ ഹീൽ ചെയ്യുന്നത്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ചക്രാസുമായിട്ടാണ്. അപ്പോൾ ആദ്യം ആൾക്കാർക്ക് ചക്രാസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മുടെ എനർജി ബോഡിയിലുള്ള ചക്രങ്ങളാണ്, നമ്മുടെ സുഷുമ്നാ നാഡിയിലാണ് ഈ ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജീനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലത്തെ എല്ലാ പാർട്ടിലും ഓരോ കോശത്തിലും എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലത്തെ നാഡികളാണ്. അപ്പോൾ ഈ ശരീരത്തിലെത്തുന്ന പ്രാണന്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് ആരോഗ്യ പ്രശ്നമാണെങ്കിലും ബാക്കി ഏത് പ്രശ്നങ്ങളും വരുന്നത് ഈ പ്രാണന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴാണ്. ഇപ്പോൾ റേക്കിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ കോസ്മിക് എനർജീനെ നമ്മളുടെ ചക്രാസിലൂടെ നമ്മളിലേക്ക് സെൻഡ് ചെയ്തിട്ട് ആ പ്രശ്നം തീർക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ക്രിസ്റ്റൽസ്, ഈ ചക്രാസ് എനർജൈസ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. റേക്കി യൂസ് ചെയ്യാം, കളർ തെറാപ്പി ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഓരോ ചക്രാസിനെ എനർജൈസ്. കളർ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓരോ ചക്രാസിനും ഓരോ കളറുകളുണ്ട്. ഇപ്പോൾ മൂലാധാരത്തിന് റെഡ്, സ്വാധിഷ്ഠാനത്തിന് ഓറഞ്ച്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ കളറ് അല്ലെങ്കിൽ ആ കളറ് നോക്കിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക, ഇതെല്ലാം എഫക്റ്റ് ചെയ്യും. ഒന്നിക്ക് കളർ നോക്കിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കാണണം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ റേക്കി എനർജി ഈ ചക്രാസിലോട്ട് സെൻഡ് ചെയ്തിട്ട് അത് എനർജൈസ് ചെയ്യാം. ഈ ഫുഡിന്റെ എങ്ങനെയാണ് പറഞ്ഞത്? ഫുഡ് ഇപ്പൊ മൂലാധാര ചക്രം ഞാൻ പറഞ്ഞല്ലോ, മരച്ചീനി, മധുരക്കിഴങ്ങ്, ബീട്രൂട്ട്, റെഡ് കളറിലുള്ള ഫുഡ്. ഇപ്പൊ സ്വാധിഷ്ഠാനത്തിന് ഓറഞ്ച്, ക്യാരറ്റ്, അങ്ങനെ ആ ചക്രാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറുള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഈ ഫുഡിനകത്ത് ചക്രാസിന്റെ? നമ്മളുടെ കുറവ് ഏതാണെന്ന് നോക്കിയിട്ട് ഏത് ചക്രാസാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ അധികം. ഒരു സാധാരണപ്പെട്ട എന്നെ പോലുള്ള ഒരാൾക്ക് എൻ്റെ ചക്രത്തിൽ ഏതിനാണ് കുറവ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും? ഇപ്പോൾ ഇയാളുടെ ഒരു പ്രോബ്ലം കേട്ടാൽ എനിക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ വന്ന് പറയാണ്, ഇപ്പോൾ ഒരു ആൾക്ക് യൂറിനറി പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരാണ്. യൂറിനറി അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് സ്വാധിഷ്ഠാന ചക്രമായിട്ടാണ്. ആ വ്യക്തി ധാരാളം വെള്ളം കുടിക്കണം. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പ്രധാന ഇത് വാട്ടർ എലമെൻ്റ് ആണ്. വാട്ടർ എലമെൻ്റ് ആ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് യൂറിനറി പ്രശ്നം വന്നത്. അപ്പോൾ ആ സാക്രൽ ചക്ര നമ്മൾ എനർജൈസ് ചെയ്യണം. അപ്പോൾ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ ഏത് ചക്രമായിട്ടാണ് കണക്റ്റഡ് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പോൾ സ്കാനിങ് വഴി, റേക്കിയിൽ സ്കാനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് വഴി അവരുടെ ചക്രാസ് എവിടെയാണ് ബ്ലോക്ക്, ഏത് ചക്രയാണ് ബ്ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരാളുടെ അടുത്ത് പോകാൻ നമുക്ക് ഈ ചക്രത്തിലെ ഏതിനാണ് ആവശ്യകത എന്ന് നമുക്കറിയാൻ കഴിയും. നമുക്ക് റേക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അകലെ ഇരുന്നിട്ട് നമുക്ക് ഹീൽ ചെയ്യാം. ഇപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറയാം, അല്ലെങ്കിൽ ഈ ക്ലയൻറ്റിനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഒരു പില്ലോ വെച്ചിട്ട് മനസ്സിൽ സങ്കല്പിക്കും ഇദ്ദേഹമാണ് അവിടെ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഓറയിൽ കൂടെ ഇങ്ങനെ കൈ
മൂവ് ചെയ്യുമ്പോൾ തന്നെ അവർ ഓരോ ചക്രാസിന് ഏതിനാണ് എനർജി കുറവെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുമോ ഏത് എനർജിയാണ്? അല്ല, ആ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നമുക്ക് ആ ചക്ര സ്കാനിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, അതുവഴി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആളുടെ പ്രോബ്ലം പറയുമ്പോൾ നമുക്ക് ഇന്നതാണ് അത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം പറഞ്ഞു വരുന്നൊരു വ്യക്തിയുടെ അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇവർ പറയും, ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ പ്രശ്നം എന്താ? അവരുടെ ഹാർട്ട് ചക്രയുടെ ഫ്രണ്ട്, ഈ ചക്രകളുടെ പ്രത്യേകത ഫ്രണ്ടും ബാക്കും ഉണ്ട് ഈ ചക്രാസിന്. ഇപ്പോൾ ഒരാൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ചക്ര ഓപ്പൺ ആണ്, ബാക്ക് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ അത് ആക്റ്റീവ് ചെയ്യണം. അപ്പോൾ അതിന് ഹീലിങ്ങിലൂടെയും പറ്റും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഓരോ ചക്രാസിനെയും ബന്ധപ്പെട്ട് ഓരോ സ്റ്റോൺസും ഉണ്ട്, അത് എനർജൈസ് ചെയ്യിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്റ്റോൺസ് സജസ്റ്റ് ചെയ്യും അവർക്ക്, ഇതിട് അത് എനർജൈസ് ചെയ്ത് കൊടുക്കും. ഈ സ്റ്റോൺസ് നമ്മൾ ഇടുമ്പം എനർജൈസ് ചെയ്യാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫലം ഉണ്ടാവും? വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുറേ ആൾക്കാർ കൈമറിഞ്ഞാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അവരുടെ എനർജിയും അത് വലിച്ചെടുത്തിട്ടുണ്ടാവും, കുറേ നെഗറ്റീവ്സ് അതിനകത്തുണ്ടാവും. അത് ക്ലെൻസ് ചെയ്ത് ഇന്ന വ്യക്തിയുടെ പേരിൽ നമ്മൾ എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വർക്കാവും. മറ്റേത് നമ്മളായിട്ട് സിങ്കായി വരാൻ തന്നെ കുറേ ടൈം എടുക്കും. ഈ ചക്രങ്ങൾ നമ്മളെ ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതും നമ്മളുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവും? ചക്രങ്ങൾ നമ്മളിലാണുള്ളത്, അത് ആകർഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ എനർജി ബോഡി ഇല്ലേ, നമ്മളുടെ ഈ ബോഡി സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം രണ്ടുണ്ട്. ഇതാണ് സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം നമ്മുടെ എനർജി ബോഡിയാണ്. ഈ എനർജി ബോഡിയിൽ നിന്ന് നമ്മുടെ സുഷുമ്ന നാഡിയിലേക്കാണ് ഈ ചക്രാസ് പുറത്തുനിന്ന് ഉള്ളിലോട്ട് ഫണൽ രൂപത്തിലാണ് ഓരോ ചക്രാസും ഇരിക്കുന്നത്. അത് പുറത്തുനിന്നുള്ള പ്രാണൻ്റെ ഊർജ്ജത്തിനെ ആകർഷിച്ച് നമ്മുടെ നാഡികൾ വഴി നമ്മുടെ ഓരോ അവയവങ്ങളിലോട്ടും നമ്മുടെ ഓരോ കോശങ്ങളിലോട്ടും ആ പ്രാണൻ എത്തിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്റ്റോൺസ് ഇല്ലേ, അപ്പൊ ഈ സ്റ്റോൺസും ചക്രങ്ങളും തമ്മിൽ ബന്ധം, ആ എനർജി അവർ സിംഗിൾ വർക്ക് ചെയ്യും. എപ്പോഴും അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഉണ്ട്. അപ്പം ആ ഒരു സ്റ്റോൺസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഒരു എനർജി ബൂസ്റ്റ് ആവോ, അതോ സമയം നമ്മളായിട്ട് മാച്ച് ആവാൻ സമയം വേണമെന്ന് അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്റ്റൽ വേറെ ഒരാൾക്ക് കൊടുക്കരുത്, വേറെ ഇടാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാരണവും അതാണ്. നമ്മളായിട്ട് സിങ്കായി വരണം, മാച്ച് നമ്മുടെ വൈബ്രേഷനായിട്ട് ആ വൈബ്രേഷൻ മാച്ചായി വരണം. അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ വേറെ ഒരാൾക്ക് ഇട്ട് അവിടെ ഒരു ബ്രേക്ക് വന്നു. ഇപ്പം നമ്മൾ ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ടാണ് ഒരു ചക്ര ഇടുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഇടുന്നത്. അപ്പം ആ സ്റ്റോണ് അതേ പ്രശ്നത്തിന് തന്നെയാണ് ഇടുന്നതെങ്കിലും അത് നമുക്ക് പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ആ സ്റ്റോൺസ് ഇട്ടിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ വരത്തില്ലേ? അത് മനസ്സിന്റെയാണ്. അല്ല, മാം തന്നെ പറഞ്ഞില്ലേ ചില സ്റ്റോൺസ് നമ്മുടെ എനർജി ആയിട്ട് കണക്ട് ആവത്തില്ല. അത് നമുക്ക് നമ്മളത് ചേരുന്നതേ കൊടുക്കുള്ളൂ. വാങ്ങിയിടുമ്പോൾ നമുക്ക് മാച്ച് ആവാത്തൊക്കെ വാങ്ങിയിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൈ ഒരു സുഖം തോന്നായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ വരും. അതെ, അത് ഈ എനർജികൾ തമ്മിൽ കണക്ട് ആവാത്തോണ്ടാണോ അതോ ആ സ്റ്റോൺസും ആ ഒരു ചക്രയും തമ്മിൽ കണക്ട് ആവാത്തോണ്ടാണോ? ചിലപ്പോൾ നമ്മളിലുള്ള കുറച്ച് നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അത് പോവണം. അവരും ഇവരും മാച്ച് ആവാണ്ട് വരുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര വിഷമമൊക്കെ തോന്നണു, എന്താണെന്നറിയില്ല, വെറുതെ സങ്കടം വരണു എന്നൊക്കെ പറയും. ഞാൻ സങ്കടം വരുന്നെങ്കിൽ ഇരുന്ന് കരഞ്ഞോളൂ, കുഴപ്പമില്ല, അത് വെൻഡ് ഔട്ട് ആവാൻ വേണ്ടിയിട്ടാണ്, അത് വിഷയമില്ല, അത് 2 ആഴ്ച നോക്കുക, അത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അത് നിങ്ങൾക്ക് ചേരില്ല എന്നർത്ഥം. അത് നമ്മളിപ്പോൾ ഒരു ഹീലറെ കൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളെ കൊണ്ട് സജസ്റ്റ് ചെയ്ത് ഹീൽ ചെയ്ത് വാങ്ങുന്നതെന്ന് വെച്ചാൽ അവർ കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് തരാം. നമ്മളിങ്ങനെ സൈറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനല്ലേ വാങ്ങിയിടുന്നത്. ഓരോരുത്തരും സൈറ്റിൽ പോയിട്ട് ഇന്നത് ഇന്ന പ്രശ്നത്തിന് അപ്പോൾ ഇത് വാങ്ങാം, അങ്ങനെ വാങ്ങിയിടുന്നവരുണ്ട്. അത് ചിലപ്പോൾ ചേരാത്തത് സ്റ്റോൺ നല്ലതായിരിക്കും, പക്ഷേ അത് പലരുടെ കയ്യിൽ കൈമാറിയിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അത് കറക്റ്റ് എനർജൈസ് ചെയ്തിട്ടുണ്ടോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ക്രിസ്റ്റലുകളുടെ പ്രത്യേകത നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്യാം. മാമിൻ്റെ അടുത്ത് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഏത് തരത്തിലുള്ള ആളുകളാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം ആൾക്കാർക്ക് സാമ്പത്തികം ആൻഡ് റിലേഷൻഷിപ്പ് വളരെയധികം. ഇപ്പോൾ സാമ്പത്തികത്തിനേക്കാളും കൂടുതലായിട്ട് കോൾ വരുന്നത് റിലേഷൻഷിപ്പിനാണ്. റിലേഷൻഷിപ്പുള്ള ആളുകളാണ് കൂടുതലും ഈ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്. അതും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കോളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. മുമ്പ് ഈ കൊച്ചു പിള്ളേരുടെ
പ്രേമ അങ്ങനത്തെ കേസുകൾക്കായിരുന്നു. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ദാമ്പത്യ പ്രശ്നമാണ്. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും വിളിക്കുന്നത്. ഇപ്പോൾ കുറച്ചിടയ്ക്ക് വളരെയധികം കൂടിയിട്ടുണ്ട്. അതും ഞാൻ കൂടുതൽ അവരോട് ചോദിക്കുമ്പോൾ മിക്കതും ലവ് മാരേജാണ്. അത് ഉൾക്കൊള്ളാൻ അവരുടെ പക്വതക്കുറവിൻ്റെ ഉണ്ട്. ഈ ലവ് മാരേജ് ഉള്ള ആളുകൾക്കാണ് റിലേഷൻഷിപ്പുകൾ കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതിൽ ഒരു 70% ലവ് മാരേജാണ് കൂടുതൽ പ്രശ്നം. അവിടെ വേറെ ഒന്നുമല്ല, അവർ ഉൾക്കൊള്ളുന്നില്ല. അവർ ബിഫോർ മാരേജ് ഇവരിങ്ങനെയായിരുന്നു, ആഫ്റ്റർ മാരേജ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. അത് അവരുടെ മെച്യൂരിറ്റി കുറവുകൊണ്ടുണ്ട്. കാരണം ലൈഫും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. അത് കുറേ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ ഓക്കെ ആവുന്നുണ്ട്. ചിലവർ രക്ഷയില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഹീലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലവർക്ക് ഈ നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം, ഇങ്ങനെ സോളൊക്കെ വന്നിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. ആത്മാക്കൾ കയറിയ ആളുകൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരും. അതായത് ആത്മാക്കളുടെ ഇപ്പം ബാധാദോഷം അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോള് നമ്മളെങ്ങനെ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പ്രേതമായിട്ടൊന്നും ഒരു സോള് ഇങ്ങനെ വരുമൊന്നുമില്ല. നമുക്കൊന്നില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തികം, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക. ചില ഉറക്കക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഓൾറെഡി അത് വേറെ. അല്ലാണ്ട് ചിലപ്പോൾ വഴക്കുകൾ, ചിലപ്പോൾ മക്കളായിട്ടുള്ള വഴക്ക് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാവുക. നമുക്ക് ഈ എന്തെന്നില്ലാത്ത വിഷമം വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യവും കാണത്തില്ല, വെറുതെ ഇങ്ങനെ വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം എന്ന് പോലും അയാൾക്ക് അറിയത്തില്ലായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലത് ട്രോമാസ്, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ആവശ്യമുള്ളവരുണ്ടായിരിക്കും. ആ ഒരു ഇതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മുടേതായിരിക്കില്ലത്. ഇപ്പം നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളുമായിട്ട് നമുക്കൊരു കാണാൻ എനർജി കണക്ഷൻ വരും. കോഡ് കണക്ഷൻ എന്ന് നമ്മൾ പറയും ഹീലിങ്ങിൽ. അപ്പോൾ അതിപ്പോൾ ഞാനും ഇയാളായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പോൾ ഇയാൾക്കൊരു ദേഷ്യം, എന്തോ കാര്യത്തിന് താൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് എനിക്ക് വെറുതെ ഇരുന്നിട്ട് ചിലപ്പോൾ ദേഷ്യം വരും. അല്ലെങ്കിൽ ഇയാളൊരു സങ്കടപ്പെടുമ്പോൾ എനിക്ക് ചുമ്മാ ഇരുന്ന് സങ്കടം വരും. അത് നമ്മുടെ എനർജി അല്ല, ആ കണക്ഷൻ കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സങ്കടപ്പെടും. ഓപ്പോസിറ്റ് അല്ല, നമ്മൾ ഒരു ദിവസം ആരൊക്കെയൊക്കെ കാണുന്നോ അവരൊക്കെയായിട്ട് എനർജി കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആരുടെ ആ ഒരു ഇമോഷൻ നമുക്ക് വരുന്നെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കോഡ് കട്ട് ചെയ്യാന്ന് പറയും. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾക്ക് നമ്മുടേതല്ലാത്ത ഒരു എനർജി, ആ ഒരു വിഷമം വരുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ കോഡ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് റേക്കി. അത് റേക്കി എന്നല്ല, നമുക്ക് റേക്കി പഠിക്കാത്തവർക്ക് ആർക്കായാലും ജസ്റ്റ് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് മെഡിറ്റേഷനിലിരുന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എനിക്ക് അനുകൂലമല്ലാതെ എന്നിലോട്ട് അനുകൂലമല്ലാത്ത എല്ലാ കോഡ്സും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നേവലിന് മുന്നിൽ സാങ്കല്പികമായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യുക. കട്ട് അല്ലെങ്കിൽ സിസർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പോൾ റേക്കി ഹീലേഴ്സ് ഞങ്ങൾ യൂസ് ചെയ്യണ, ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഒരു നൈഫ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, അത് വെച്ചിട്ട് കട്ട് ചെയ്യും. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ പെട്ടെന്ന് സങ്കടപ്പെടുമ്പോൾ മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ഒന്ന് അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമുക്ക് കാരണമില്ലാതെ സന്തോഷങ്ങൾ വരുവാണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കട്ട് ചെയ്യണ്ട. ഞാനത് പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തത്. സന്തോഷം നമുക്ക് അനുകൂലമല്ലേ, നമുക്ക് സന്തോഷമല്ലേ. ഇത് വിഷമ, സങ്കടം, ദേഷ്യം അതൊക്കെ വരുന്നത് നമുക്ക് അനുകൂലം, അതൊരു നെഗറ്റീവ് അല്ലേ. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറയാം, എനിക്ക് അനുകൂലമല്ലാത്ത എല്ലാ എനർജി കോഡ്സും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അനുകൂലമുള്ളത് അവിടെ നിന്നോട്ട്. നമ്മൾ ആക്ടിവിറ്റി, അതായത് ഇപ്പോൾ തളർന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആക്ടിവിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ റേക്കിയിൽ? തളർന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ഷീണം ഫീൽ ചെയ്യുക സത്യം പറഞ്ഞാൽ റൂട്ട് ചക്ര ഉണ്ടാവുമ്പോഴാണ്. അതിനുള്ള ക്രിസ്റ്റൽസ്, അല്ലാണ്ട് പെട്ടെന്ന് എനർജൈസ് ചെയ്യാൻ ഹീലിംഗ് നമ്മൾ മെയിനായിട്ട് വലിയ ഇഷ്യൂസിനല്ലേ എടുക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് വെള്ളം കുടിക്കുക, മുഖം കഴുകുക. കാരണം ഞാൻ എല്ലാവരുടെ അടുത്ത് ഹീലിംഗ് സജസ്റ്റ് ചെയ്യില്ല. ചിലരുടെ അടുത്ത് ഞാൻ ഹീലിംഗ് എടുക്കേണ്ട, നിങ്ങൾ സ്വയം പഠിക്കൂ എന്ന് പറയും. വളരെ കുറേയധികം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള, ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് അങ്ങനത്തെ ഒക്കെ ആൾക്കാർ വിളിക്കും ഹീലിങ്ങിന്. അപ്പം ഞാൻ പറയും, നിങ്ങൾ ഹീലിംഗ് എടുത്തോളൂ, പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ സ്വയം ഹീലിംഗ് പഠിച്ച് ഡെയിലി സെൽഫ് ഹീലിംഗ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഹീലിങ്ങിന് എടുക്കുന്ന ചിലവുകൊണ്ട് നമുക്ക് ഹീലിംഗ് പഠിക്കാം. എപ്പോഴും ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് തന്നെ ഒരു അസറ്റാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും ആർക്കായാലും നമുക്ക് തന്നെ ചെയ്യാമല്ലോ.
പിന്നെ ഹീലിംഗ് റേക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അല്ല, എൻ്റെയൊക്കെ ഏറ്റവും വലിയ സംശയമാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണോ, എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ ദൂരെ ഇരുന്ന് ഹീൽ ചെയ്യാൻ കഴിയുന്നത്? അതൊക്കെ എപ്പോഴും നമുക്കുണ്ടാകുന്ന സംശയങ്ങളാണ്. അത് സത്യത്തിൽ അനുഭവത്തിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പം ദൂരെ ഇരുന്ന് മറ്റൊരാളെ നമ്മളൊരു ഹീൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെയായിരിക്കും ആ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അത് അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഫസ്റ്റത്ത് ഉറക്കം വരും. ഏറ്റവും സിമ്പിളായിട്ട് വെച്ചാൽ ആള് നല്ല കോട്ടുമായിട്ടുള്ള ഉറങ്ങും, മിക്കതും ഉറങ്ങും. ചിലവർക്ക് ഇപ്പോൾ നല്ല ബോഡി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും, കയ്യിലും കാലിലൊക്കെ ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യും. ചിലവർക്കൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സിമ്പിൾസ് എന്നൊക്കെ പറയും റേക്കിയിൽ, നമ്മളിവിടെ ഇരുന്നിട്ട് സിമ്പിൾ വരയ്ക്കുമ്പോൾ അവർക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ചോദിക്കും ചിലപ്പോൾ അവിടെ തൊട്ട പോലെ ഫീൽ ചെയ്ത്, ഇവിടെ കാലിനടിയിൽ ടച്ച് ചെയ്ത പോലെ നമ്മൾ സിമ്പിൾ വരയ്ക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നാൽ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാട്ടോ. അപ്പോൾ ഒരു സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്കൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ അവർ പറയും ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയും. ഉറങ്ങും. ഹീലിങ്ങിന് നമ്മളിൽ ഹീലിംഗ് നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു സൈന് നമ്മൾ ഉറങ്ങിപ്പോവല്ല. അവർ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാൻ പിന്നെ അവർ ഫോൺ വിളിച്ചിട്ട് ചിലപ്പോൾ അവരെ എണിപ്പിക്കുക ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീൽ ചെയ്യുമ്പോഴേ.